വൈകുന്നേരം ഇന്ന് ചായക്ക് പകരം കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. നല്ലൊരു പാൽ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് നമ്മുടെ ബ്രൂ കോഫി. അപ്പോൾ ഒരു ഗ്ലാസ് പാലിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. എനിക്ക് കാപ്പി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴല്ല, ഇടയ്ക്ക് നമുക്ക് ഒരു പൂതി തോന്നുമല്ലോ അങ്ങനെ. അപ്പോൾ കാപ്പിക്കായിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂയുടെ പാക്കറ്റ് സാഷ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കുഞ്ഞ് പാക്കറ്റ് ആയതുകൊണ്ട് 2 പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇടാണ് കേട്ടോ കപ്പിലേക്ക്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാലും കൂടി അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി ഇവിടെ റെഡിയാണ്. ഈ ഒരു കാപ്പി കുടിച്ചാൽ തന്നെ നല്ലൊരു ഉഷാറാണ് കേട്ടോ. അപ്പോൾ കാപ്പിയൊക്കെ ഞാൻ സെറ്റാക്കി മാറ്റി വെച്ചു. ഇനി നമുക്ക് കൊള്ളി നന്നാക്കാം. കൊള്ളിയുടെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുകൊണ്ട് പണിയെടുക്കാൻ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് അരിയാനും ഇതിനൊക്കെ പറ്റാറുണ്ട് കേട്ടോ എനിക്ക്. അത് കാരണം ഈ ഒരു കത്തി എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മൾ കൊള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൊള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. കൈയടക്കനെ തന്നെ നമ്മുടെ കൊള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ചു. ഓൾറെഡി കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇവിടെ കിടക്കുമ്പോൾ ആകെ വലിച്ചു വാരിയിട്ട പോലെ ആവില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് കളയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കൊള്ളി ഒന്ന് കഴുകിയെടുക്കാം. കൊള്ളി കഴുകണതിനനുസരിച്ചിട്ട് ഓരോ കഷ്ണം നമ്മുടെ വായിലേക്ക് പോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ പച്ചക്കൊള്ളി തിന്നാൻ നല്ല രസമാണല്ലോ. അപ്പോൾ അത് ഇങ്ങനെ തിന്നുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ പണിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കൊള്ളി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചാനായിട്ട് ഉള്ളി വെളുത്തുള്ളി വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ഒരു മണ്ടത്തരം പറ്റി, കാച്ചണ വീഡിയോ നമുക്ക് ഇതിൽ ഉൾപ്പെട്ടില്ല. വീഡിയോ എടുത്തു എന്നാണ് വിചാരിച്ചത്, ഫോൺ ഓൺ ചെയ്തില്ല ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കാച്ചണത് വേറൊരു വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മഞ്ഞ കളറിലൊരു കൊള്ളിപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും അമ്പാടിയും കൂടിയിട്ട് കൊള്ളിയൊക്കെ ഇരുന്നിട്ട് തിന്നാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.